അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ ഡോക്ടർ കെ.പി. യോഹന്നാന്റെ കബറടക്കം തിരുവല്ല കുറ്റപ്പുഴയിലെ ബിലീവേഴ്സ് ആസ്ഥാനത്ത് നടക്കും. ദിവസവും സമയവും സംബന്ധിച്ച് തീരുമാനിക്കാൻ എപ്പിസ്കോപ്പൽ സിനഡ് ഇന്ന് രാത്രി 8-ന് തിരുവല്ലയിൽ ചേരുകയാണ്. സുജു ടി ബാബു ചേരുകയാണ്. സുജു, മറ്റു വിവരങ്ങൾ. അന്തരിച്ച അത്തേനീഷ്യസ് യോഹന്നാൻ പ്രഥമൻ മെത്രോപോലിത്തയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തിരുവല്ലയിലായിരിക്കും നടക്കുക എന്നുള്ള കാര്യത്തിൽ സഭയുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക സഭയുടെ ഇന്ന് രാത്രി നടക്കുന്ന സിനഡ് യോഗത്തിലായിരിക്കും. ഇന്ന് വൈകിട്ട് 8 മണിക്കാണ് സിനഡ് ചേരുക. സഭയ്ക്ക് 50ഓളം ബിഷപ്പുമാർ നിലവിലുണ്ട്. ഈ ബിഷപ്പുമാരൊക്കെ എത്തിയ ശേഷമാണ് സിനഡ് ആരംഭിക്കുക. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ വെച്ച് കാറസ്ത്രത്തെ തുടർന്നാണ് അത്തേനീഷ്യസ് യോഹന്നാൻ പ്രഥമൻ മെത്രോപ്പൊലീത്ത അന്തരിക്കുന്നത്. അതിനാൽ തന്നെ അമേരിക്കയിൽ നിന്ന് ഭൗതിക ശരീരം ഇന്ത്യയിലേക്ക് എത്തിക്കണമെങ്കിൽ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത്തരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും ഇന്ത്യയിലേക്ക് ഭൗതിക ശരീരം എത്തിക്കുക. അതിനാൽ തന്നെ അതിന്റെ ഒരു സമയക്രമം ഇപ്പോൾ മുൻപ് പറയാൻ സാധ്യമല്ല. അത് സഭാ വക്താവ് തന്നെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് കൃത്യമായി പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ എത്രയും വേഗത്തിൽ തന്നെ സംസ്കാര അല്ലെങ്കിൽ ഭൗതിക ശരീരം കേരളത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് സഭ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇത് ദുഃഖസൂചകമായ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബിൽവേഴ്സ് കോളേജ് മാത്രമാണ് ഇന്ന് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ആതുര സേവനം മാത്രമാണ് പ്രവർത്തിക്കുക. വേരുകളുള്ള നാടുകൂടിയാണ് അദ്ദേഹത്തിന്റെ തിരുവല്ല നിർമ്മമാണ്. അതിനാൽ തന്നെ തിരുവല്ല നിയമങ്ങൾക്ക് തന്നെയാണ് സഭയ്ക്ക് അത്തരത്തിലുള്ള തീരുമാനമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. കുടുംബാംഗങ്ങളുടെ അഭിപ്രായം കൂടെ ആരാഞ്ഞ ശേഷമായിരിക്കും സമയവും കാര്യങ്ങളും ഒക്കെ നിശ്ചയിക്കുക. അതിലാണ്. ശരി, സുജു ടി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.